നമസ്കാരം. എന്റെ പേര് ആരിഷിവിയാർ. KKVUP വേട്ടമ്പള്ളി സ്കൂളിലെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് മങ്കി വാസു. രാമപുരം മണി എഴുതി പിന്നീട് ഡിംപിൾ ബുക്സ് പുറത്തിറക്കിയ പുസ്തകമാണ് ഇത്. ഇതിൽ മങ്കി വാസു എന്നു പേരുള്ള ജന്മന കുരങ്ങന്റെ രൂപം കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ കഥയാണ് ലളിതമായി എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മങ്കി വാസു. അവന്റെ കൂട്ടുകാരുടെ പേര് വളരെയധികം രസകരമാണ്. കോങ്കണൻ രാമുവും ഇളിവായൻ കേശവും അപ്പൂസും എല്ലാം അവന്റെ കൂട്ടുകാരാണ്. ജന്മന കുരങ്ങന്റെ മുഖമുള്ള അവനെ അവന്റെ അച്ഛനും അവന്റെ ബന്ധുക്കൾക്കും കുടുംബത്തിലുള്ള ആർക്കും അവനെ ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ അവന്റെ പെറ്റമ്മയായ കാർത്യായനി അമ്മയ്ക്ക് അവനെ ജീവൻ തുല്യം സ്നേഹമാണ്. അവനെ സ്നേഹത്തോടെ മങ്കി എന്നാണ് അവന്റെ അമ്മ വിളിക്കുന്നത്. പക്ഷെ അവന് അതിൽ പരാതിയില്ല. കാരണം അവനറിയാം സ്നേഹം കൊണ്ടാണ് ആ പേര് വിളിക്കുന്നതെന്ന്. ഒരു ദിവസം തന്റെ കൂട്ടുകാരെ രക്ഷിക്കാനായി ജന്മിയും വളരെ പണക്കാരനുമായ ദാമോദരൻ എന്ന മുതലാളിക്ക് മുന്നിൽ അവൻ ശകുനം ചിത്രിക്കുന്നത് എനിക്ക് വളരെ രസകരമുള്ള ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ആ ചെറിയ രജന്റെ അവന്റെ അച്ഛൻ കാലൻ രാമൻ നായർ അവന് കൊടുത്ത ശിക്ഷ വളരെ വലുതായിരുന്നു. അവനെ കുറെ നേരം മർദ്ദിച്ചു. അത് എന്നെ വളരെയധികം ദുഃഖത്തിൽ ആഴ്ത്തി. പിന്നീട് അവന്റെ അകന്ന ബന്ധുവായ ഒരു മനുഷ്യൻ ആ വീട്ടിലേക്ക് കടന്നു വന്നു. അയാൾക്ക് വാസുവിനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ അവന്റെ അമ്മയും അവന്റെ ചേട്ടന്റെ ഭാര്യയുമായ ജലചേച്ചി എന്ന് പറയുന്ന ചേച്ചിയും കൂടി അയാളെ അവിടുന്ന് ഓടിച്ചു വിടുകയുണ്ടായി. ആ ഭാഗം നല്ല രസകരമുള്ളതായിരുന്നു. ഒരു ദിവസം വാസു തന്റെ കൂട്ടുകാരോടൊപ്പം സർക്കസ് കാണാൻ പോയി. അവിടെ ബുദ്ധ എന്നൊരു കുരങ്ങ് അവന്റെ പുറത്ത് ചാടിക്കേറി. എന്നിട്ട് പറഞ്ഞു താൻ വാസുവിന്റെ ബന്ധുവാണെന്നും തന്നോടൊപ്പം കാട്ടിൽ വരണമെന്നും ബുദ്ധ വാസുവിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് അവന്റെ ചേച്ചിയായ ശോഭ ചേച്ചിയുടെ കല്യാണാലോചന നടക്കുകയും അതിന് വന്ന ആൾക്കാരും അവനെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ കല്യാണാലോചന നടക്കുന്നതിനിടയിൽ അവൻ കയറി ചെന്നത് കൊണ്ട് അവന്റെ അച്ഛൻ വീണ്ടും അവിടെ വെച്ച് അവനെ കുറെ അധികം മർദ്ദിച്ചു. ആ ഭാഗം വളരെയധികം ദുഃഖകരമായിരുന്നു. അവന്റെ ചേച്ചിക്കും കൂടപ്പറമ്പുകൾക്കും പോലും അവനെ ഇഷ്ടമില്ലായിരുന്നു. അവന്റെ കുരങ്ങന്റെ മുഖം കാരണം അവന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങുന്നു. അതിന് അവന്റെ അച്ഛൻ അവനെ ഒരു റൂമിൽ അടച്ചിട്ട് ഒരു മൃഗത്തെ പോലെ വളരെയധികം തല്ലി ചതച്ചു. വേദന സഹിക്കവയ്യാതെ അവൻ ബുദ്ധ എന്ന കുരങ്ങനോടൊപ്പം തിരിച്ച് കാട്ടിലേക്ക് പോയി. അവിടെ കാട് സ്വർഗമായിരുന്നു. അവിടുത്തെ മൃഗങ്ങളെല്ലാം അവനെ സ്നേഹം കൊണ്ട് പുലർന്നു. കടുവയും പുലിയും ആനയും പുലിയും എല്ലാം അവന്റെ സുഹൃത്തുക്കളായി. അതിനിടയിൽ കാട്ടിൽ സന്യസിച്ചുകൊണ്ടിരുന്ന ഒരു സന്യാസി അവർ കാണുകയുണ്ടായി. സന്യാസിക്ക് വാസുവിന്റെ സത്കർമ്മത്താൽ വളരെയധികം ഇഷ്ടപ്പെടുകയും അവന് ഒരു ഭസ്മം നൽകുകയും ചെയ്തു. ആ ഭസ്മം ഏതൊരു രോഗിയെയും ഭേദമാക്കാൻ തക്കതുള്ള ശക്തിയുള്ളതായിരുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം വാസു തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. അപ്പോഴാണ് അവൻ അറിയുന്നത് അവന്റെ പിതാവായ കാലൻ രാമൻ നായർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്ന്. അവൻ ഒന്നും ഓർക്കാതെയോ മടിക്കാതെയോ ആശുപത്രിയിലേക്ക് നടന്നു. അവന്റെ കയ്യിൽ ഭസ്മപൊടിയും ഉണ്ടായിരുന്നു. അവൻ ഒരു നുള്ളു ഭസ്മമെടുത്ത് പാൽ കലക്കി തന്റെ അച്ഛന് നൽകി. അച്ഛന്റെ അസുഖം വളരെയധികം ഭേദവും അച്ഛന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുകയും ചെയ്തു. അതേപോലെ അവനെ ദ്രോഹിച്ച നാട്ടുകാരെയെല്ലാം അവർ സ്നേഹിച്ചു. അവർ തിരിച്ചും അവന് പരിഗണനയും സ്നേഹവും നൽകി. പിന്നീടാണ് അവൻ ഞെട്ടിക്കുന്ന വാർത്തയറിഞ്ഞത് തന്നെ ജീവനതുല്യം സ്നേഹിച്ച തന്റെ അമ്മ കാർത്യായനി അമ്മ ഈ ലോകത്ത് ഇല്ലെന്ന്. പിന്നീട് അവൻ ഒരു നിമിഷം പോലും ആ നാട്ടിൽ നിന്നില്ല. അവൻ തിരിച്ച് തന്റെ കൂട്ടുകാരോടൊപ്പം കാട്ടിലേക്ക് മടങ്ങി. ഈ കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.